ചെറുപ്പത്തിലെ ഫെൻസിങ് ഞാൻ ഇതാകുന്നത് ചേട്ടൻ തന്നെ വന്ന് ഓരോ കാര്യങ്ങൾ കാണിക്കുകയും ചേട്ടൻ്റെ മെഡലുകൾ കണ്ടാണ് ഞാൻ ഫെൻസിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നത്. ഇതിൻ്റെ ഫുൾ വൈറ്റ് ഡ്രസ്സാണ്, ജാക്കറ്റ്, ബ്രീച്ചസ്, ലോങ് സോക്സ്, ഷൂ, അതാണ്. പിന്നെ ഗ്ലൗ, ബ്ലേഡ്, പിന്നെ അതിനനുസരിച്ചുള്ള ഇലക്ട്രിക് കളിക്കാൻ ബോഡി വയർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജാക്കറ്റ് ഇടുന്നത്. അതിൻ്റെ അകത്ത് ചെസ്റ്റ് ഗാർഡ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യും നമ്മൾ. ഫുൾ പ്രൊട്ടക്ഷൻ. വേദനയൊന്നും ഉണ്ടാകത്തില്ല. അതിന് കുറേയൊക്കെ നമ്മൾ ജാക്കറ്റിൽ കൂടെ കൊണ്ടാലും പവറിൽ ഹാൻഡ് പവർ അനുസരിച്ച് ചിലപ്പോൾ ഹിറ്റിനൊക്കെ വേദനകൾ ഉണ്ടാകും. വാള് കൊണ്ട് ചെയ്യുന്ന ഒരു സേഫായിട്ടൊരു ഗെയിമാണ്. നമുക്ക് സേഫ്റ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് മാസ്ക് ഉണ്ട്, ജാക്കറ്റ്സ് ഉണ്ട്, അതുപോലെ ബ്രീച്ചസ് ഉണ്ട്, അതേപോലുള്ള ഗാഡ്ജറ്റ്സും ഉണ്ട്. സേഫ് ആയിട്ടുള്ളൊരു ഒളിമ്പിക് ഗെയിമാണ് ഫെൻസിങ്ങിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒളിമ്പിക്സ് തുടങ്ങിയ കാലം തൊട്ടേ അതിലുള്ള എണ്ണം പറഞ്ഞ ഗെയിംസിൽ വൺ ഓഫ് ഇറ്റ് ഫെൻസിങ് ആയിരുന്നു. പ്രോമിനൻ്റ് ആയിട്ട് ഇപ്പോൾ ഇറ്റലി ആ ഒരു രാജ്യത്തേക്കായിരുന്നു ഇതിൻ്റെ ഫേമസ് ആയിട്ട് വന്നത്, യൂറോപ്യൻ കൺട്രീസിലേക്കാണ്. ഇന്ത്യയിലുള്ള പ്രാവീണ്യം ഓരോ വർഷം തോറും ഇത് കൂടി വരുന്നുണ്ട്, പ്ലേയേഴ്സിന് കൂടി വന്നു. നമ്മുടെ കേരളത്തിലോട്ട് എത്തുകയാണെങ്കിൽ കേരളത്തിൻ്റെ വകയായിട്ട് നമുക്കൊരു ഒളിമ്പിക് പ്ലെയർ ഉണ്ട്. അത് വന്നേക്കണം, ഇന്ത്യയിലെ ആദ്യത്തെ ഒളിമ്പിക് പ്ലെയർ വന്നേക്കുന്നത് കേരളത്തിൽ നിന്നാണ്, ശ്രീ ഭവാനി ദേവി എന്നാണ് പേര്. ഫെൻസിങ്ങിൻ്റെ ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയണമെങ്കിൽ ഇത് 3 വെപ്പൺസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, 3 ഇവൻറ്റ്സ്. അതിലെ ഫോയിൽ, എപ്പെ, സാബർ എന്ന 3 ഇവൻറ്റ്സ് ആയിട്ടാണ്. 3നും ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആണ്, 3നും ഡിഫറെൻറ്റ് റൂൾസ് ആണ്, ഡിഫറെൻറ്റ് വെപ്പൺസ് ആണ്. ബേസിക്കലി ഇത് ഒരു സോഡ് ഗെയിമാണ്. ആ സോഡ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഇവൻറ്റ്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോയിലാണെങ്കിൽ നമുക്കൊരു ബട്ടൺ പ്രസ്സിലാണ് പോയിന്റ് നിർണ്ണയിക്കുന്നത്. അതിൽ റൂൾസും ഉണ്ടാവും. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒപ്പോണൻറ്റിൻ്റെ അപ്പർ ബോഡി അരക്ക് മേളിലോട്ട് കൈ രണ്ടും ഇല്ലാണ്ട് തലയും ഇല്ലാത്ത ഒരു വശമാണ് ടാർഗറ്റിൽ പിടിക്കുന്നത്. ആ നമ്മുടെ ബ്ലേഡിൻ്റെ, നമ്മുടെ സോഡിൻ്റെ എൻഡിലുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ഒപ്പോണൻ്റെ ഈ ടാർഗറ്റിൽ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്. അത് ഓരോ പ്രയോറിറ്റിയും റൂൾ വെച്ചിരിക്കും. സെക്കൻഡ് ഇവൻ്റ് എപ്പേക്കും ഇതേപോലെ എൻഡിൽ ബട്ടൺ ആയിരിക്കും. അത് പക്ഷേ ഫുൾ ബോഡി ടാർഗറ്റ് ഉണ്ടാവും. ഒപ്പോണൻറ്റിൻ്റെ ഏത് വശത്തും നമ്മൾ ഹിറ്റ് ചെയ്താലും ആ ബട്ടൺ പ്രസ് ചെയ്താലും, ബട്ടൺ പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു 500 ഗ്രാം വെയിറ്റിൽ ഹിറ്റ് ചെയ്താൽ മാത്രം ആ ബട്ടൺ പ്രസ് ആവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പോയിന്റ് കിട്ടുന്നത്. തേർഡ് ഇവൻറ്റ് സേബറിൽ ടച്ചാണ്. ആ ഒരു ഫുൾ ഒരു വാള് അതിന് എവിടെ ഒപ്പോണൻറ്റിൻ്റെ അപ്പർ ബോഡിയിൽ അരക്ക് മേലോട്ട് ടച്ച് ചെയ്താൽ നമുക്ക് പോയിന്റ് കിട്ടും. നമ്മളിവിടെ ഫെൻസിങ് പറയുന്നത് നമുക്കൊരു റെഫറി ഉണ്ടാവും. റെഫറിയാണ് ഇതിൻ്റെ മെയിൻ നോട്ട് എന്ന് പറയുന്നത്. ജൂറി പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മളിതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വരുന്നത്. ജൂറി അവിടെ നിന്ന് സ്റ്റാർട്ട് വിളിച്ചതിന് ശേഷം ഒപ്പോണൻ്റ് വരും. ഒരു പോയിന്റ് എടുക്കണ വരെ അതിൻ്റെ മധ്യ സ്റ്റാർട്ട് അങ്കാഡ് പ്രേ അല്ലേ, ഇതാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജൂറി പറയുന്ന വേർഡ്സ്. അത് അലേ പറയുമ്പോഴേക്കും 2 പ്ലേയേഴ്സും സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് ഒരു പോയിന്റ് കിട്ടണ വരെ ഈ പറഞ്ഞ റെഗുലേഷൻസിൽ 3 ഇവൻറ്റിൽ ഡിഫറെൻ്റ് ആയിട്ട് പോയിന്റ് ഒരെണ്ണം കരസ്ഥമാക്കുന്നവരെ അത് കരസ്ഥമാക്കിയാൽ ജൂറി ഓൾട്ട് പറയും. ഇതിനിടയിൽ നമ്മൾ ഒരു പോയിന്റ് സ്കോർ ചെയ്യും. അങ്ങനെ ഒരു 15 ടച്ചിനാണ് ഇൻഡിവിജ്വൽസ് എല്ലാം മെയിൻലി നോക്കുന്നത്. ടീം ഇവൻറ്റിലോട്ട് തന്നെയാണെങ്കിൽ ഫെൻസിങ് നമുക്ക് ഇൻഡിവിജ്വലായിട്ടും ഉണ്ട്, ടീം ഇവൻറ്റും ഉണ്ട്. ടീം ഇവൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ടീമിൽ 4 പേരാണ് ഉള്ളത്. കറൻ്റ്ലി 4 പേരിൽ 3 പേരാണ് കളിക്കുന്നത്. അത് 3 പേര് ഒരുമിച്ചല്ല കളിക്കുന്നത്. ആദ്യത്തെ ആൾക്ക് ഒരു 5 പോയിന്റ് ആയിരിക്കും. രണ്ടാമത്തെ ആൾക്ക് 2 ടീമിൽ നിന്നും രണ്ടാമത്തെ ആൾ വരും. അവർ 2 ടീമിന് 5 പോയിന്റിന് ടച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നേരെ മൂന്നാമത്തെ ആൾക്ക് ആദ്യത്തെ ആൾ മിസ്സായ പോയിന്റ്സ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഫെൻസിങ്ങിൻ്റെ ഗെയിം ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമ്മൾ ഫെൻസിങ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് പിസ്റ്റൺ. അത് നമുക്ക് 2 മത്സരാർത്ഥികൾ ഒരു 3 to 2 മീറ്റർ ഡിസ്റ്റൻസിൽ മാറിയ അതിൻ്റെ മധ്യയാണ് നീങ്ങിയിട്ട് റെഫറി നിൽക്കുന്നത്, ജൂറി. അപ്പോൾ നമ്മുടെ ജൂറിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും മാച്ച് തുടങ്ങുന്നത്. ആ പിസ്റ്റിൻ്റെ 2 അറ്റത്തും മാർക്കിംഗ് ഉണ്ടാവും. ആ പിസ്റ്റിൻ്റെ പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒപ്പോണൻറ്റിന് അതിനനുസരിച്ചായിട്ട് പോയിന്റ് കരസ്ഥമാകും. അങ്ങനെ 15 ടച്ച്, പിന്നെ ഒരു 5 ടച്ച്, അങ്ങനെയായിട്ട് ഡിഫറെൻറ്റ് ടച്ചിലാണ് ഇത് കളിക്കുന്നത്. 10 പോയിൻ്റായിരിക്കാം, ഒരു 15 പോയിൻ്റായിരിക്കാം, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് തരത്തിലാണ് കളിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ ടച്ചും ബട്ടൺ സെൻസിങ്ങും നമുക്ക് അറിയുന്നത് ഈ വയറുകളിൽ തമ്മിലാണ്. ഈ പിസ്റ്റ് വയർ എന്നാണ് അതിനെ പറയുന്നത്. നമ്മുടെ വെപ്പണിലോട്ട് ആ പിസ്റ്റ് വയർ കണക്റ്റഡ് ആയിരിക്കും. അത് വളരെ ആധുനിക രീതിയിലാണ് അത് വളരെ കണക്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ രീതിയിൽ ഫെൻസിങ് 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 3 വെപ്പൺസ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഈ വെപ്പണിൻ്റെ പേരാണ് സാബർ. ഇത് ടച്ചാണ് സെൻസ് ചെയ്യുന്നത്. ഒപ്പോണൻറ്റ് നമുക്കൊരു മെറ്റാലിക് ജാക്കറ്റ് വെയർ ചെയ്യണ്ടാം.
അവൻ്റെ ഒപ്പോണൻ്റെ മേത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്ത് ഈ പിസ്റ്റ് വയറിലൂടെ അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ അവിടെ ലാമ്പ് തെളിയും. ഫസ്റ്റ് തൊടുന്ന ആരോ അവരുടെ ലാമ്പാണ് തെളിയുന്നത്. അത് ഓരോ റൂൾസ് ബേസിലാണ് നമ്മൾ ആ പോയിന്റ് നിർണ്ണയിക്കുന്നത്. സെക്കൻഡ് വെപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പയാണ്. ഈ വെപ്പണിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ടച്ച് അല്ല, ഇതിൻ്റെ എൻഡിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ്സാണ് 500 ഗ്രാം വെയിറ്റിൽ ഒപ്പോണന്റിനെ ഹിറ്റ് ചെയ്താൽ മാത്രമേ ഈ ബട്ടൺ പ്രസ് ആവുള്ളൂ. ആ ബട്ടൺ പ്രസ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ പോയിന്റ് നിർണ്ണയിക്കുന്നത്. അവസാനത്തെ മൂന്നാമത്തേതുമായ വെപ്പൺ ഫോയിലാണ്. ഈ ഇവന്റിലും എപ്പ പോലെ തന്നെയാണ്. ഇതിനും അറ്റത്തൊരു ബട്ടൺ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ വെയിറ്റ് കുറച്ചുകൂടി കുറവായിരിക്കും. അതുപോലെ ടാർഗറ്റ് ഏരിയ അപ്പർ ബോഡിക്ക് ശേഷം രണ്ട് കൈയും തലയും ഇല്ലാത്ത അപ്പർ ബോഡിയാണ് ഇതിൻ്റെ ടാർഗറ്റ്. അതനുസരിച്ചാണ് ഫോയിലിൽ പോയിന്റ് ഇടുന്നത്.